أعوذ بالله من الشيطان الرجيم وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 30 വരേക്കുള്ള ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇന്ന് തുടർന്നുകൊണ്ടുള്ള ഏതാനും ആയത്തുകളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. 30-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ സങ്കടവും വ്യസനവും രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ പരമപ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. എൻ്റെ റബ്ബേ, എൻ്റെ ജനത ഈ ഖുർആനിനെ വർജിക്കപ്പെട്ട നിലക്കാണതിനെ ആക്കിക്കളഞ്ഞത് എന്ന പരാതിയും സങ്കടവും പങ്കുവെച്ച വചനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. തുടർന്നുകൊണ്ട് 31-ാമത്തെ ആയത്തിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ഈ വേദഗ്രന്ഥത്തെ, അതല്ലെങ്കിൽ ഈ ഖുർആനിനെ തൻ്റെ ജനത ശരിയാം വിധത്തിൽ ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെ അവഗണിക്കുകയും അതിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിക്കാതിരിക്കുകയുമാണ് ചെയ്തത് എന്ന സങ്കടമാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പങ്കുവെച്ചത്. എങ്കിൽ ഈ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവഗണനാ മനോഭാവം പ്രവാചകന്മാരോട് ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് താങ്കളുടെ മാത്രം ഒരു അനുഭവമല്ല. എല്ലാ നബിമാർക്കും അതാത് ജനതയിൽ നിന്ന് ഇത്തരത്തിൽ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. കുറ്റകരമായ പ്രവണതകളും അതുപോലെ തന്നെയുള്ള സ്വഭാവ രീതികളുമൊക്കെ എല്ലാ ജനതയിൽ നിന്നും പ്രവാചകന്മാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നബിയേ, ഇത് താങ്കളുടെ മാത്രം ഒരു പ്രശ്നമല്ല, എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കുകയും അതുകൊണ്ട് താങ്കൾ ക്ഷമയവലംബിക്കുക, അള്ളാഹുവിൻ്റെ സഹായം താങ്കൾക്കുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ 31-ാമത്തെ ആയത്തിലൂടെ
അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നത്. വകദാലിക, അപ്രകാരം തന്നെ ജഅൽന, അല്ലാഹു പറയാണ്, ജഅൽന, നാം ആക്കിയിരിക്കുന്നു, ലികുല്ലി നബിയിൻ, എല്ലാ നബിമാർക്കും, ഓരോ പ്രവാചകനും നാം ആക്കിയിരുന്നു, ഓരോ പ്രവാചകനും നാം ആക്കിയിരിക്കുന്നു. ആരെ? അദുവൻ, ഓരോ ശത്രുവിനെ. അദുവ് ശത്രു, അതിന്റെ ബഹുവചനമാണ് അഅദാഉൻ. അദുവുൻ ജംഉ അഅദാ, ശത്രുക്കൾ. അപ്പൊ എല്ലാ ഓരോ നബിക്കും ശത്രുക്കളെ, ഓരോ തരം ശത്രുവെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആരില്ലെന്ന്? മിനൽ മുജ്രിമീന, കുറ്റവാളികളിൽപ്പെട്ട. മുജ്രിമീന, കുറ്റവാളികളിൽപ്പെട്ട ഓരോ തരം ശത്രുവെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. വകഫാ ബിറബ്ബിക, നിന്റെ റബ്ബ് തന്നെ മതി. കഫാ എന്ന് പറഞ്ഞാൽ മതി. വകഫാ ബിറബ്ബിക, നിന്റെ റബ്ബ് തന്നെ മതി. എന്തിന്? ഹാദിയൻ, മാർഗദർശിയായിക്കൊണ്ട്, മാർഗദർശകനായിട്ട് അല്ലാഹു തന്നെ മതി. ഹാദി എന്ന് പറഞ്ഞാൽ മാർഗദർശനം നൽകുന്നവൻ എന്നാണ് അർത്ഥം. ഹാദിയൻ, മാർഗദർശകനായിട്ട് നിന്റെ റബ്ബ് തന്നെ മതി. വനസീറ, നസീർ, സഹായകനായിട്ടും അല്ലാഹു തന്നെ മതി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ആശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല പറയാണ്, പ്രവാചകരെ, താങ്കളുടെ ജനതയിൽ നിന്ന് താങ്കൾക്ക് അവഗണനയുണ്ടായി, അഥവാ താങ്കൾ ഓതി കേൾപ്പിച്ചു കൊടുത്ത ഈ മഹനീയമായ വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നതിന് പകരം അതിനെ അവഗണിക്കുന്ന ഒരു സമീപനം താങ്കളുടെ ജനതയിൽ നിന്നുണ്ടായി എന്നുള്ളതാണല്ലോ താങ്കൾ പറഞ്ഞത്. എന്നാൽ താങ്കൾ മനസ്സിലാക്കുക, ഈ രൂപത്തിലുള്ള പ്രവണത കഴിഞ്ഞ കാല സമുദായങ്ങളിൽ നിന്നും അതാത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം ഓരോ നബിക്കും ഓരോ തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് കുറ്റവാളികളിൽ നിന്ന്. ആ ശത്രുക്കളായ ആളുകൾ അതാത് ജനങ്ങളെ അവരുടേതായ വഴിപിഴവുകളിലേക്കും സത്യനിഷേധങ്ങളിലേക്കും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബിമാര് സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറെ ശത്രുക്കൾ ആ നബിമാർ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുള്ള സത്യങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിരുന്നു. എത്രത്തോളം എന്നാൽ പ്രവാചകന്മാര് പറഞ്ഞതിന് സമാനമായ ചില തത്വങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് തങ്ങളും പറയുന്നത് എന്ന് തോന്നിപ്പിക്കുമാറ് വ്യാജമായി അവർ ചമച്ചുണ്ടാക്കിയ കുറെ ദുരാരോപണങ്ങളും കെട്ടുകഥകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങളും ഇയാളുടെയൊക്കെ പോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന വക്താക്കളാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് കുറെ ആളുകളുടെയെങ്കിലും മനസ്സുകളെയൊക്കെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിട്ട് ഇവരുടേതായ ദുർബോധനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ അത്തരത്തിലുള്ള വഞ്ചകന്മാരുടെ ദുർബോധനങ്ങളിലോ ഭംഗിവാക്കുകളിലോ ഒന്നും പോയി പെടാറില്ല. അതേ അവസരത്തിൽ ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടാകുമല്ലോ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത തിന്മകളോട് ആഭിമുഖ്യമുള്ള കുറെ ജനത. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ വിധത്തിലുള്ള ശത്രുക്കളുടെ വാക്കുകളൊക്കെ കാര്യമായി തോന്നുകയും അതിലേക്ക് അവരുടെ കാതുകൾ കൊടുക്കുകയും അങ്ങനെ അവർ ചിലതൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നബിയെ താങ്കളുടെ മാത്രം ഒരു അനുഭവമല്ല, മുൻഗാമികളായ പ്രവാചകന്മാർക്കൊക്കെയും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതൊരാശ്വാസം തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുൻഗാമികളായ മഹാരഥന്മാരായ പ്രവാചകന്മാർക്കും
തങ്ങളുടേതായ സമുദായങ്ങളിൽ നിന്ന് തനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതുപോലെയുള്ള അവഗണനയും അതുപോലെയുള്ള എതിർപ്പുകളും അതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങളുമൊക്കെ ഉണ്ടാവേണ്ടി വന്നിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു അറിയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് അതൊരല്പം ആശ്വാസമുണ്ടാക്കും. തീർച്ചയാണത്. അതുകൊണ്ട് തന്നെ ഇതേ ആശയം സൂറത്തുൽ അൻആം 112, 113 ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتصغى إليه أفئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون. സൂറത്തുൽ അൻആമിൽ അല്ലാഹു വിശദമായി തന്നെ പറയാണ് ഈ കാര്യം. എന്ത്? വകദാലിക, പ്രകാരം, ജഅൽനാ, നാം ആക്കിയിരിക്കുന്നു, ലികുല്ലി നബിയിൻ, ഓരോ നബിക്കും, അദുവൻ, ഓരോ തരത്തിലുള്ള ശത്രുവിനെ, ആരിൽ നിന്ന്? ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യ പിശാചുക്കളിൽ നിന്നും ഭൂത പിശാചുക്കളിൽ നിന്നും. രണ്ടിലുമുണ്ട് വൃത്തികെട്ടവർ, രണ്ടിലുമുണ്ട് നല്ലവർ. മനുഷ്യരിലെ നല്ലവരുടെ നേർ വിപരീതം പ്രവർത്തിക്കുന്ന ആളുകളാണ് മനുഷ്യ പിശാചുക്കൾ. ഭൂതവർഗത്തിലുമുണ്ട് ഇത്തരത്തിൽ നല്ലവരുമുണ്ട്, വളരെ വൃത്തികെട്ടവരുമുണ്ട്. അപ്പോൾ മനുഷ്യവർഗത്തിൽ നിന്നും ഭൂതവർഗത്തിൽ നിന്നുമുള്ള പിശാചുക്കളെ ഓരോ നബിമാർക്കും ശത്രുക്കളായി നാം ആക്കിയിരിക്കുന്നു. എന്തായിരുന്നു ഈ മനുഷ്യ ഭൂത പിശാചുക്കൾ, ശത്രുക്കൾ? അതാത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർക്കെതിരെ എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത്? യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ, അവരിൽ ചിലരിലേക്ക് യൂഹി, ദുർബോധനങ്ങൾ കൊടുക്കുന്നു. സുഖ്റുഫൽ ഖൗലി, ഭംഗിവാക്കുകൾ, ചതിയിൽ അകപ്പെടുത്തുവാൻ, വഞ്ചനയിൽ അകപ്പെടുത്തുവാൻ പോന്ന വിധത്തിലുള്ള ചതിയുടെയും കുതന്ത്രങ്ങളുടെയും വാക്കുകൾ അവർ പരസ്പരം പങ്കുവച്ചിരുന്നു. പ്രവാചകന്മാർക്കെതിരെ ശത്രുത പുലർത്തിയിരുന്ന ആളുകൾ ചെയ്തിരുന്ന പണി എന്താണ്? പ്രവാചകന്മാര് സമൂഹത്തിൽ എന്താണോ നന്മകൾ പ്രസരിപ്പിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെയാണ് ഞങ്ങളും നിർവഹിക്കുന്നത് എന്ന വ്യാജേന വളരെ മോശപ്പെട്ട പല രൂപത്തിലുള്ള ഭംഗിവാക്കുകളൊക്കെ ജനങ്ങളെ ചതിക്കുവാൻ വേണ്ടി അവർ അവരുടെ അണികളിലേക്ക് പരസ്പരം ദുർബോധനം നൽകിയിരുന്നു. അള്ളാഹു പറയാണ്, വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. ആകയാൽ ഫദറുഹും വമാ യഫ്തറൂൻ, അവരെ വിട്ടേക്കൂ, അത്തരത്തിലുള്ള ദുർബോധകന്മാരെ വിട്ടുകളഞ്ഞേക്കൂ. വമാ യഫ്തറൂൻ, അവർ കെട്ടിച്ചമക്കുന്ന അവരുടെ കള്ളങ്ങളെയും വിട്ടുകളയാണ് നബിയെ വേണ്ടത്. അവഗണിച്ചേക്കണം, അത്തരത്തിലുള്ള ആളുകളുടെ കുതന്ത്രങ്ങളെയൊന്നും കണ്ടില്ലെന്ന് നടിച്ചേക്കണം, വിട്ടുകളയണം അവരെ. വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, ഇത്തരത്തിൽ പ്രവാചകന്മാരുടെ എതിർചേരിയിൽ നിന്നുകൊണ്ട് ദുർബോധനങ്ങൾ നടത്തുന്നവരുടെ വാക്കുകളെ എല്ലാവരുമൊന്നും ചെവി കൊടുക്കുകയില്ല. ആരാണ് അത്തരത്തിലുള്ള ആളുകളുടെ ദുർബോധനങ്ങൾക്കൊക്കെ ചെവി കൊടുക്കുക? അല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ്. അവരാണ് അതിനെ തൃപ്തിപ്പെടുക, അവരാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങളെ കെട്ടിച്ചമച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. ഇതാണ് അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പാഠമുണ്ട്. ഓരോ നബിമാർക്കും മനുഷ്യരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നുമൊക്കെ വളരെയേറെ ശത്രുത പുലർത്തുന്ന ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നബിയും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല.
ആ പ്രവാചകന്മാരെന്താണോ പറയുന്നത് അത് ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഭംഗിവാക്കുകളും ഫിത്തിനകളും ഫസാദുകളും ദുർബോധനങ്ങളും മോടിവാക്കുകളുമൊക്കെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് പ്രവാചകന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നേർവിപരീതമായി പല തത്വങ്ങളിലേക്കും ആദർശങ്ങളിലേക്കുമൊക്കെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരിലേക്ക് ചെവി കൊടുക്കാൻ പരലോക വിശ്വാസമില്ലാത്ത കുറെ ദുർവൃത്തരെയും കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടൊന്നും താങ്കൾ വിഷമിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ആളുകളുടെ ദുർബോധനങ്ങളെ അവഗണിച്ചേക്കൂ പ്രവാചകരെ. അതൊന്നും സമൂഹത്തിൽ ഒരു നിലക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. താങ്കൾ താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക. ഇതാണ് അള്ളാഹു ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിരുന്നത്. അതുകൊണ്ടാണ് തുടർന്നുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞത്? വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. നിന്റെ രക്ഷിതാവ് തന്നെ മതി ഹാദിയൻ, മാർഗദർശകനായിട്ട്. അഥവാ സമൂഹം എന്ത് തന്നെ ഫിത്തിനകളും ഫസാദുകളും ലലാലത്തിന്റെ മാർഗങ്ങളുമൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി നേർവഴി ആർക്കൊക്കെ നൽകണം എന്ന് തീരുമാനിക്കുവാൻ, നേരിന്റെ പാതയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുവാൻ അള്ളാഹു തന്നെ മതിയായവനാണ്. മാത്രമല്ല താങ്കൾക്ക് സംരക്ഷണം നൽകുവാനും സഹായം നൽകുവാനും അള്ളാഹു തന്നെ മതിയായവനാണ്. പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്നതിൽ നിന്ന് ജനങ്ങളെ തടയലാണല്ലോ ഈ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആരും ഖുർആൻ കേൾക്കരുത്, ആരും ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാവരുത് എന്നൊക്കെയുള്ള താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ദുർബോധനങ്ങളൊക്കെ ഈ ശത്രുക്കൾ നടത്തുന്നത്. അതൊന്നും വിലപ്പോവുകയില്ല. എല്ലാവരെയും അവരുടെ ദുർബോധനങ്ങളിലേക്ക് കിട്ടുകയില്ല. കേവലം ചില ആളുകളെ അവർക്ക് കിട്ടിയെന്ന് വന്നേക്കാം. എന്നാലും വിശുദ്ധ ഖുർആനിന്റെ ഈ മാർഗം, ഈ പാത തെളിഞ്ഞു തന്നെ നിലനിൽക്കും എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. താങ്കളുടെ രക്ഷിതാവ് തന്നെ മതി മാർഗദർശകനായിക്കൊണ്ടും അതുപോലെ തന്നെ താങ്കൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായിയായിക്കൊണ്ടും നിന്റെ രക്ഷിതാവ് തന്നെ മതി എന്ന വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അതാണ് 31-ാമത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ആശയം. 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് വഖാലല്ലദീന കഫറൂ ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീലാ. അവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും സംബന്ധിച്ച് എന്തൊക്കെ ആക്ഷേപിക്കുവാനും കുതർക്കങ്ങൾ നടത്തുവാനും പഴുതു കിട്ടിയിട്ടുണ്ടോ അതിനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവർ പറയുന്ന ആരോപണം എന്താണ്? വഖാലല്ലദീന കഫറു. അവിശ്വസിച്ചവർ പറഞ്ഞു. അവിശ്വസിച്ചവരെന്താ പറഞ്ഞത്? ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ അവതരിപ്പിക്കപ്പെടുന്നില്ല അൽ ഖുർആനു, ഈ ഖുർആന് ജുംലതൻ വാഹിദതൻ, ഒറ്റയടിക്ക് ഇറക്കാത്തത് എന്താണ് എന്നാണ് ഇപ്പൊ അവർക്ക് പറയാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ സമൂഹത്തിലെയും പ്രവാചകന്മാരുടെ ആദർശങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയുവാൻ അതാത് കാലഘട്ടങ്ങളിൽ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമികമായ ശരീഅത്തിനെ കുറിച്ച് മഹാന്മാരെ കുറിച്ച് ഒക്കെ സംശയം ജനിപ്പിക്കുവാൻ വേണ്ടി ഏത് കാലഘട്ടങ്ങളിലും കുറെ വലിയവന്മാരെന്ന് നടിക്കുന്ന ആളുകൾ ദുഷ്പ്രചരണവുമായി രംഗത്ത് വരിക സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ നടന്നു വന്നിട്ടുള്ള ഒരു പതിവാണ്. അപ്പൊ ആ കൂട്ടത്തിൽ അവർ പലതും പറയും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുമ്പോൾ അവര് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അതിൽ ഈ പറയുന്ന കാര്യത്തിൽ
അറേബ്യൻ മുശ്രിക്കുകളുടെ കൂടെ യഹൂദികളും കൂടിയിരുന്നു, നസറാനികളും ഒക്കെ കൂടിയിരുന്നു. എന്താണ് അവര് പറഞ്ഞിരുന്നത്? ഇപ്പൊ തൗറാത്ത് ഒറ്റയടിക്കാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇഞ്ചീലും സബൂറും ഒക്കെ അങ്ങനെ ഒറ്റയടിക്കാണ് അവതീർണമായിട്ടുള്ളത്. അതേ അവസരത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് കുറേശ്ശെയായിട്ടാണ്. അഥവാ അവിടുന്ന് ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കെ ആദ്യമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് വന്ന് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് തുടങ്ങിയിട്ടുള്ള ഏതാനും ആയത്തുകളാണല്ലോ ആദ്യം പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. അവിടെ മുതൽക്ക് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ആ അവതരണം തുടർന്ന് അവിടുന്ന് വഫാത്താകുന്ന 63-ാമത്തെ വയസ്സുവരേക്കുള്ള വ്യത്യസ്തങ്ങളായ സമയങ്ങളിലും കാലങ്ങളിലും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെയാണ് കുറേശ്ശെയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചു പരിപൂർണമായിട്ടുള്ളത്. അതെന്തേ ഇങ്ങനെ? എന്തുകൊണ്ട് മുഹമ്മദിന് തൗറാത്ത് ഇറക്കപ്പെട്ടതുപോലെ, ഇഞ്ചീൽ ഇറക്കപ്പെട്ടതുപോലെ, സബൂർ ഇറക്കപ്പെട്ടതുപോലെ മുഹമ്മദിന് എന്തുകൊണ്ട് ഈ ഖുർആൻ ഒറ്റയടിക്കാണ്ട് ഇറക്കി കൊടുത്തുകൂടായിരുന്നോ? എന്തിനാതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്നതാണ് അവർക്ക് പറയാനുണ്ടായിരുന്ന മറ്റൊരു ന്യൂനത. അതാണ് അള്ളാഹു പറയുന്നത്, വഖാലല്ലദീന കഫറൂ, അവിശ്വസിച്ചവർ പറയുന്നു, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, അദ്ദേഹത്തിന് ഖുർആൻ ഒന്നാകെ ഇറക്കപ്പെടാത്തത് എന്താണ് എന്ന് ആ അവിശ്വസിച്ചവർ പറയുകയാണ്. എന്തേ അങ്ങനെ ചെയ്യാത്തത്? പരിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറയുകയാണ്, കദാലിക്, അപ്രകാരം. അതെ, ഇപ്രകാരം വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലായിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഒറ്റയടിക്ക് ഒന്നിച്ച് ഖുർആൻ ഇങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. എന്തിനാണ് അത് അങ്ങനെ ചെയ്തത്? അല്ലാഹു തആല പറയുന്നു, ലിനുസബ്ബിത ബിഹി ഫുആദക. ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. ലിനുസബ്ബിത ബിഹി, അത് മുഖേന സ്ഥിരീകരണം നൽകുവാൻ വേണ്ടിയാണ്, സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയാണ്, ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ്. സബ്ബത യുസബ്ബിതു നുസബ്ബിതു ലിനുസബ്ബിത ബിഹി, അത് മുഖേന സ്ഥിരപ്പെടുത്തുവാനും ഉറപ്പിച്ചു നിർത്തുവാനും തന്നെയാണ്. എന്ത്? ഫുആദക, താങ്കളുടെ ഹൃദയം. അപ്പൊ താങ്കളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് അങ്ങനെ നിർവഹിച്ചത്. മാത്രമല്ല, വറത്തൽനാഹു തർത്തീല, വറത്തൽനാഹു, നാം അതിനെ സാവകാശം ഓതിത്തരുകയും ചെയ്തിരിക്കുന്നു. അതാണ് വറത്തൽനാഹു തർത്തീല, നാം അതിനെ സാവകാശം, തർത്തീൽ എന്ന് പറഞ്ഞാൽ ഒരു സാവകാശക്രമത്തിൽ നാം അതിനെ ഓതിത്തരികയും അതുപോലെ തന്നെ അവതരിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവതരിപ്പിച്ചു കൊടുക്കാതെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അവതരിപ്പിച്ചു കൊടുത്തത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലും ഈ കാര്യം പറയുന്നുണ്ട്. വഖുർആനം ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സ് ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീലാ. വഖുർആനൻ ഫറഖ്നാഹു, ഈ ഖുർആനിനെ ഫറഖ്നാഹു, നാം അതിനെ വേറിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ലി തഖറഅഹു അലന്നാസി, നീ ജനങ്ങൾക്കത് ഓതിക്കേൾപ്പിക്കുവാനാണ്. അലാ മുക്സിൻ, കണ്ടോ, സാവധാനത്തിൽ നീ അതൊക്കെ ഓതിക്കൊടുക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലും പറയുന്നുണ്ട്. ഈ രണ്ടിടങ്ങളിലും അല്ലാഹു പറഞ്ഞ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തിനാണ്
ഇങ്ങനെ പല ഘട്ടങ്ങളിലായി അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അള്ളാഹു തആല ഇങ്ങനെ ഒറ്റയടിക്കാണ്ട് ഇറക്കി കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറേശ്ശെയായി ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തതിൽ ചില പ്രത്യേകമായ ഗുണങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അവിടുന്ന് ഉമ്മിയായിരുന്നു എന്നുള്ളത്. ഉമ്മിയ് എന്ന് പറഞ്ഞാൽ എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത നബിയായിരുന്നു. അതാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളാണ് ഏറ്റവും വലിയ അറേബ്യൻ സാഹിത്യത്തിൽ ഉന്നതമായ പദവിയിലെത്തിയിട്ടുള്ള ഭാഷാ നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ വരികൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. അത് തന്നെ അത്ഭുതമാണല്ലോ. മാത്രമല്ല ആ ജനതയെ വെല്ലുവിളിച്ചല്ലോ, നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ കൊണ്ടുവരിൻ, ഇതുപോലെ ഒരായത്തെങ്കിലും കൊണ്ടുവരൂ എന്നൊക്കെ വെല്ലുവിളിച്ചല്ലോ. അപ്പൊ നബി തങ്ങൾ ആരായിരുന്നു? അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളാണ്. അങ്ങനെയുള്ള നബിക്ക് ഖുർആൻ പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനും ഏതാ സഹായം? കുറേശ്ശെ അവതരിപ്പിച്ചു കൊടുക്കലാണ്. ഒറ്റയടിക്ക് അവതരിപ്പിച്ചു കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസാകും. എന്നാൽ കുറേശ്ശെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ അക്ഷരജ്ഞാനമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കാനും ആ കേട്ടത് മനഃപ്പാഠമാക്കാനുമൊക്കെ ഇതാണ് സഹായകരമാവുക. ഒന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? മറവിയോ അബദ്ധമോ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ന്യൂനതകളൊന്നും വരാതെ നബിക്ക് ഏറ്റവും സൗകര്യം ഇത് തന്നെയാണ്. ഒറ്റയടിക്കാവുമ്പോൾ പലതും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും വരാതിരിക്കാൻ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, മൂന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒറ്റ പ്രാവശ്യമായി ഖുർആൻ അവതരിച്ചിരുന്നു എങ്കിൽ ഖുർആനിലടങ്ങിയ നിയമങ്ങളെ ജനങ്ങൾക്ക് ഒറ്റയടിക്കത് നടപ്പിൽ വരുത്താൻ വലിയ പ്രയാസം ഉണ്ടാകും. ഒരുമിച്ച് കുറേ നിയമങ്ങൾ ഒറ്റയടിക്കാണ്ട് അവതരിപ്പിക്കുന്നതാണോ നല്ലത്, അതോ കുറേശ്ശെ ഓരോ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന നിയമങ്ങൾ പറയലാണോ നല്ലത്? രണ്ടാമത്തതാണല്ലോ ഏറ്റവും നല്ലത്. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത്. ഒറ്റയടിക്ക് പറയുമ്പോൾ നിയമങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് ഒറ്റയടിക്കത് അങ്ങോട്ട് അനുഷ്ഠിക്കുവാനും ഏറ്റെടുക്കുവാനുമൊക്കെ പല പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ആ പ്രയാസവും ഇല്ലാതെയാകും. എങ്ങനെയാകുമ്പോൾ? കുറേശ്ശെ അവതരിപ്പിക്കുമ്പോൾ. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവിങ്കൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇടയ്ക്കിടെ കിട്ടലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനൊരു സമാധാനവും അതുപോലെ തന്നെ മനോദാർഢ്യത അധികരിക്കുവാനൊക്കെ ഗുണമാവുക. അതാണ് ഒരിക്കൽ വന്നിട്ട് ജിബ്രീൽ വന്ന് പിന്നെ വരാതിരിക്കലല്ല. ഇടയ്ക്കിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയും കൊണ്ടുവന്ന് അങ്ങനെ നബി തങ്ങൾക്കൊരു മാനസികമായ ധൈര്യവും ഒരു മനോദാർഢ്യവും ഒക്കെ ലഭിക്കുവാൻ അതാണ് സൗകര്യപ്രദമാവുക. അതും ഇതിലടങ്ങിയ ഒരു ഗുണമാണ്. അഞ്ചാമതായി, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് അതുപോലെ തന്നെ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവേണ്ടത് ഓരോ സന്ദർഭങ്ങളിലാണല്ലോ. ആ സന്ദർഭങ്ങൾക്ക് യോജിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി, ആ സന്ദർഭത്തിൽ ഇപ്പൊ എന്താണോ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിനുള്ള മറുപടിയായി അത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകം വഹീകൾ വരുന്നതാണല്ലോ സമൂഹത്തിനും ഏറ്റവും മനഃശാന്തിക്ക് അതുപോലെ തന്നെ പ്രയോജനത്തിന് നല്ലത്. ഇതും ഇതിൽ ലക്ഷ്യമാക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ആറാമതായി മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള പാരമ്പര്യമായി അവരിൽ മൂടുറച്ചു പോയിട്ടുള്ള ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ പെട്ടെന്നൊരു ദിവസം അങ്ങ് പറഞ്ഞു നിർത്തലാക്കുക പ്രയാസകരമായിരിക്കും. ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് ചില നിയമങ്ങൾ ഇറക്കേണ്ടി വരും.
അതിന് ഘട്ടം ഘട്ടമായിട്ട് തന്നെ പറഞ്ഞാലേ അത് ശരിയാകൂ. ഒറ്റയടിക്കാണ് നിയമം പാസ്സാക്കിയാൽ അത് നടക്കൂല. അപ്പൊ ഉദാഹരണം നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിൽ മദ്യം ഇപ്പോൾ നിഷിദ്ധമാണല്ലോ. പക്ഷേ ഒരു കാലഘട്ടത്തിൽ മദ്യം അനുവദനീയമായിരുന്നു. മദ്യ നിരോധനത്തിന്റെ ആയത്തുകൾ ഇറങ്ങുന്നതിന്റെ മുമ്പ് 1-2 ഘട്ടങ്ങൾ പിന്നിട്ടതിന്റെ ശേഷമേ മദ്യം പാടെ വർജിക്കണമെന്ന നിയമം അവതരിച്ചിട്ടുള്ളൂ. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് ചില നിയമങ്ങൾ പറയുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, അത് ആചാരങ്ങളാവട്ടെ, സ്വഭാവങ്ങളാവട്ടെ, പെരുമാറ്റ രീതികളാവട്ടെ, അതൊക്കെ ഒറ്റയടിക്കാണ്ട് എടുത്തു കളയാൻ പലപ്പോഴും പ്രയാസമുണ്ടാകും. അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള നിയമാവതരണങ്ങളായിരിക്കും കൂടുതൽ പ്രയോജനപ്രദമാവുക. അതും ഈ രൂപത്തിൽ കുറേശ്ശെയായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഒരു ഗുണമാണ്, അതല്ലെങ്കിൽ ഒരു തത്വമാണ്. ഇതും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിനോട് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി ശത്രുക്കളെ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിക്ക് അവസരം അവർക്ക് കൊടുക്കണമല്ലോ. ഇതാ 10-22 വർഷങ്ങൾ അതിലപ്പുറം നിങ്ങൾക്ക് ഇതാ അവസരം, ഇതാ കൊണ്ടുവന്നോളൂ, എന്നാ ഒന്ന് കാണട്ടെ, കൊണ്ടുവരൂ എന്ന നിലക്ക് അവർക്ക് സാവകാശത്വവും നൽകിയിരിക്കുകയാണ്. എത്ര സാവകാശത്വം അവർക്ക് നൽകിയാലും കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി അത് നിലനിൽക്കുവാനും ഇത്രയും ഒരു കാലവിളംബം, ഒരു കാലതാമസം വിശുദ്ധ ഖുർആൻ അവതരിച്ചു തീരുന്നതിൻ്റെ ഇടക്ക് ഉണ്ടായി എന്നുള്ളത് മറ്റൊരു ലക്ഷ്യവുമാണ്. ഇതൊക്കെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാനാകും എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, അവിശ്വാസികളായ ആളുകൾ എടുത്തുന്നയിച്ചിട്ടുള്ള ഈ ഒരു കാര്യം അതിലൊരു യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ ഒരു കഴമ്പോ ഇല്ല. അള്ളാഹു അങ്ങനെ ഒറ്റയടിക്ക് അവതരിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പിന്നിൽ വളരെ മഹത്തായ ചില ലക്ഷ്യങ്ങൾ അവനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇതിൽ എടുത്തു പറഞ്ഞ ലക്ഷ്യം 1-2 കാര്യങ്ങളാണെന്ത്? ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തിന് അതാണ് നല്ല സ്ഥൈര്യം കിട്ടാനും, നല്ല ധൈര്യം കിട്ടാനും, മനോദാർഢ്യത വർദ്ധിക്കുവാനും, അതുപോലെ തന്നെ വറത്തൽനാഹു തർത്തീല, നാം അതിനെ സാവകാശത്തിൽ ഓതിത്തരുകയും ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് നബിതങ്ങൾക്കും സൗകര്യമാണ്. സാവകാശം നിർത്തി ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുവാനും വിവരണം നൽകുവാനും അവരെ അതിലേക്ക് പടിപടിയായി വളർത്തിക്കൊണ്ടുവരുവാനും സാന്ദർഭികമായ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ സമൂഹത്തിന് വലിയ ഭാരമാവാത്ത നിലക്ക്, അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യപ്പെടുന്ന നിലക്ക് കുറേശ്ശെയുള്ള നിയമങ്ങൾ അവരെ പഠിപ്പിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ ഈ രൂപത്തിലുള്ള ഒരു അവതരണ ഘടന, ഒരു അവതരണ രീതി, ഒരു അവതരണ ക്രമം സഹായമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഒറ്റയടിക്ക് ഇറങ്ങിയില്ല എന്നുള്ളത് ഒരു പോരായ്മയല്ല, കുറേശ്ശെയായി ഇറങ്ങിയത് തന്നെയാണ് അതിൻ്റെ മേന്മയുടെയും അതിൻ്റെ ഗുണത്തിൻ്റെയും, അത് സമൂഹത്തിന്റെ മുമ്പിൽ എന്നും ആരാലും അതിജയിക്കപ്പെടാനാകാതെ ഉയർന്നു നിൽക്കുന്നതിൻ്റെയും കാരണം എന്നുകൂടി നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 33-ാമത്തെ ആയത്തിൽ അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നത്, വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ്, വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ് വഅഹ്സന തഫ്സീറാ. വലാ യഅ്തൂനക ബിമസലിൻ, വലാ യഅ്തൂനക, അവർ താങ്കളുടെ അടുക്കൽ വരുന്നില്ല. അതാ വന്നു, യഅ്തി വരും. വലാ യഅ്തൂനക, അവർ താങ്കളുടെ അടുക്കൽ വരുന്നില്ല, അല്ലെങ്കിൽ വരികയില്ല. ബിമസലിൻ, മസല് എന്ന് പറഞ്ഞാൽ ഉപമ അല്ലെങ്കിൽ ഉദാഹരണം. ഇനി അതല്ലെങ്കിൽ ഇവിടെ പിന്നെ അവരുടേതായ ഭാഗത്ത് നിന്നുള്ള എതിർ തെളിവുകൾ, അതുപോലെ തന്നെ സംശയങ്ങൾ, ഈ രൂപത്തിലൊക്കെയുള്ള എന്ത് കാര്യങ്ങളൊക്കെ കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന ആദർശങ്ങളെ
എതിർക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവരുന്നത്? ഏത് വിധത്തിലുള്ള ഉപമകളും ഏത് വിധത്തിലുള്ള സംശയങ്ങളും അവർ കൊണ്ടുവന്നാലും ശരി, അതാണ് വലായതൂനക ബിമസലിൻ എന്ന് അല്ലാഹു തആല പറയുന്നത്. മുഫസ്സിരീങ്ങൾ അവിടെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ബിമസലിൻ എന്ന് പറഞ്ഞാൽ ഐ ബിശുബ്ഹത്തിൻ, അവരെന്ത് സംശയങ്ങൾ പ്രവാചകരെ നിങ്ങൾ പറയുന്ന ഈ പരമപ്രധാനമായ തത്വങ്ങൾക്ക് വിരുദ്ധമായി അവർ രംഗത്തിറക്കുന്ന ഏത് തരം ആരോപണത്തിന്റെ മാതൃകകളെയും അവര് മുന്നോട്ട് വെക്കുന്ന ഏത് തരം പ്രശ്നങ്ങളുണ്ടോ അവ എന്ത് തന്നെ അവര് പറഞ്ഞാലും ഇല്ലാ ജിഇനാക ബിൽ ഹഖി, ഇല്ലാ ജിഇനാക നാം കൊണ്ടുവന്നിട്ടല്ലാതെ ഇല്ല, ബിൽ ഹഖി സത്യം നാം കൊണ്ടുവരും. എന്ത് സംശയം ഈ വിശുദ്ധ ഖുർആനിനെതിരെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെയോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇവിടെ നൽകുന്ന ഒരു തഫ്സീർ ഉണ്ട്. എന്താണത്? ഐ ബിമാ യൽതമിസൂന ബിഹി ഐബൽ ഖുർആനി വർ റസൂലി, പരിശുദ്ധ ഖുർആനിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ഒക്കെ എന്ത് തന്നെ ന്യൂനതകളും പോരായ്മകളും ആരോപണങ്ങളായി ഉന്നയിച്ചുകൊണ്ട് ശത്രുക്കൾ കൊണ്ടുവന്നാലും അവക്കൊക്കെ അവയെ തകർത്ത് തരിപ്പണമാക്കുന്ന നിലക്കുള്ള ഹക്ക് അള്ളയും കൊണ്ടുവരാറുണ്ട്, അള്ളാഹുവും അത് അവതരിപ്പിക്കാറുണ്ട്. വ അഹ്സന തഫ്സീറ, ഏറ്റവും നല്ല വിവരണവും നാം കൊണ്ടുവരാതിരിക്കുകയില്ല. ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ ഖുർആനിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ അതിനെയൊക്കെ തകർക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ കാലം തൊട്ട് ഈ സെക്കൻഡ് വരെ ശത്രുക്കൾ പലതും പറയുന്നുണ്ട്. അവരുടെയൊക്കെ സ്വപ്നം എന്താണ്? അവരുടെ ഈ ദുരാരോപണങ്ങളിലൂടെ, അവരുടെ ഈ പ്രോപ്പഗണ്ട പ്രചരണങ്ങളിലൂടെയൊക്കെ ഖുർആൻ ഇല്ലാതെയാകും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ പിന്നെ ലോകം കേൾക്കാതായിക്കൊള്ളും എന്നൊക്കെയാണ് അവർ മനപ്പായസമുണ്ണുന്നത്. അള്ളാഹു പറയാണ്, നബിയെ താങ്കൾക്കെതിരെ പരിശുദ്ധ ഖുർആനിനെതിരെ അവർ ഏത് തരത്തിലുള്ള ഉപമകളും ഉദാഹരണങ്ങളും സംശയങ്ങളും ആരോപണങ്ങളും എന്ത് തന്നെ കെട്ടിച്ചമച്ചവർ കൊണ്ടുവന്നാലും അവയെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന സത്യം നാം കൊണ്ടുവരാതിരിക്കില്ല. വളരെ കൃത്യമായ തഫ്സീറും വളരെ മെച്ചപ്പെട്ട നിലക്കുള്ള വിവരണവും നാം നടത്താതിരിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അതോടുകൂടി അവരുടെ ആരോപണങ്ങളൊക്കെ ഊതി വീർപ്പിച്ച ബലൂണുകളൊക്കെ കാറ്റ് ഒഴിവായി പോകുമാറ് തകർന്ന് തരിപ്പണമായി പോകും എന്ന് അല്ലാഹു തആല ഈ ഖുർആനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, നബിതങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ടും കാലാതിവർത്തിയായി അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ ഇന്നും ഏറ്റവും സ്പീഡിൽ ലോകത്ത് അതിജയിക്കുന്ന ഗ്രന്ഥമായി മുന്നേറുക തന്നെയാണ്. എന്താണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുതുമ എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ലോകത്ത് മെജോറിറ്റി ഉള്ള ആളുകൾ ഖുർആനിനെ എതിർക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിക്കുകയാണ്. എന്നിട്ടും ലോകാടിസ്ഥാനത്തിൽ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. ലോകത്ത് ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും മതവുമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഏറ്റവും വളരെ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണെന്ന് ദീനുൽ ഇസ്ലാം. എന്തുകൊണ്ടാണത് എന്നോ, ആയുധമെടുത്ത് പോരാടിയിട്ടോ ശത്രുക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല ഈ ഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ ലോകത്ത് ദ്രുതഗതിയിൽ ഏറ്റവും വ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇതിന്റെ ആദർശ തനിമ ഒന്നുകൊണ്ട് മാത്രമാണ്. ആരൊക്കെ എന്തൊക്കെ ഇതിനെതിരെ മറക്കുട പിടിക്കാൻ ശ്രമിച്ചാലും, ഈ സത്യത്തിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചാലും, അള്ളാഹുവിന് കൃത്യമായ ഒരു പ്ലാനും തീരുമാനവുമുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ ആശയം എന്നും കാലാതിവർത്തിയായി നിലനിൽക്കും. അത് പൂർത്തിയാക്കും അല്ലാഹു തആല.
എത്ര അരോചകമാണ് നിഷേധികൾക്കെങ്കിലും, യുക്തിവാദികൾക്കും നിരീശ്വര നിർമ്മതവാദികൾക്കും അതുപോലെ ഫാസിസ്റ്റുകൾക്കും ഏതെല്ലാം രൂപത്തിലുള്ള ദുഷ്ടലാക്കുകളുമായി മുന്നോട്ട് പോകുന്ന ശത്രുക്കളുണ്ടോ, അവരൊക്കെ എത്ര തന്നെ ഇതിനെ തകർക്കുവാൻ അതുപോലെ തന്നെ ഇതിനെ നശിപ്പിക്കുവാൻ സാധ്യമാകുമെന്നവർ സ്വപ്നം കാണുന്നുണ്ടെങ്കിലും സാധ്യമാകില്ല. അള്ളാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കാതിരിക്കുകയില്ല. അതാണ് അള്ളാഹു താല ഇവിടെയും വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനിനെതിരെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെയോ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. എത്രത്തോളം ആരോപണങ്ങൾ വരുന്നുവോ അത്രത്തോളം ജനത ഇതിനെ തിരിച്ചറിയും. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഖുർആനിനെതിരെയോ പ്രവാചകനെതിരെയോ ആരൊക്കെ നെറികെട്ട ആരോപണങ്ങൾ പറയുന്നുവോ, ഒരു സമൂഹം എപ്പോഴും അതിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി പഠനരംഗത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിന്റെ എതിരാളികൾ തന്നെ ഇതിന്റെ മിത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാൾക്കുനാൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് കാരണം? ആരോപണങ്ങൾ ഓരോരുത്തരും എഴുതിവിടുമ്പോ നിജസ്ഥിതി എന്താണെന്ന് പഠിക്കുവാൻ നിഷ്പക്ഷരായ കുറെ നിരീക്ഷകന്മാര് മുന്നോട്ട് വരുന്നതിന്റെ ഫലമായിട്ടാണ് ആ ആരോപണങ്ങളൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇസ്ലാം ജൈത്രയാത്ര തുടരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മുസ്ലിമീങ്ങൾ അത് തിരിച്ചറിയണം. ഈ ഗ്രന്ഥത്തിന് ഇത്ര ഒരു പവറുണ്ട്, അതുകൊണ്ട് ഇത് ഞങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ധാരാളം ആളുകൾക്ക് ചുറ്റുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ മുഖം സമൂഹത്തെ അറിയിക്കാതിരിക്കുവാൻ ഇവിടെ ദുഷിച്ച ദുർവ്യാഖ്യാനങ്ങളുമായി ശത്രുക്കൾ കാത്തിരിപ്പുണ്ട്. അവരോട് ഈ വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ പ്രകാശത്തെ കൃത്യമായി തന്നെ എത്തിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ കൂടി പുണ്യകരമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനും തനതായ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ലോകത്തോട് പറയുവാനും സന്നദ്ധത കാണിക്കേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി സഹോദരങ്ങളെ ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? വിശുദ്ധ ഖുർആനിനെതിരെയും നിബിധങ്ങൾക്കെതിരെയും ആരൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങളുമായി വന്നാലും ഹക്ക് കൊണ്ട് അതിനെയൊക്കെ തകർക്കപ്പെടാറുണ്ട്. കൃത്യമായ വിവരണങ്ങൾ വന്നുകൊണ്ട് അഹ്സന് തഫ്സീർ നോക്കണം നിങ്ങൾ ആ പ്രയോഗം. എന്ത് തന്നെ ദുരാരോപണങ്ങൾ ആര് കൊണ്ടുവന്നാലും അള്ളാഹു പറയാണ്, ദുഷിച്ച ദുർവ്യാഖ്യാനങ്ങളിലൂടെയാണ് പലരും പലതും പ്രചരിപ്പിക്കുന്നത്. അതിനൊക്കെ അഹ്സനു തഫ്സീർ, ഏറ്റവും മെച്ചപ്പെട്ട നല്ല വിവരണങ്ങളിലൂടെ അവയുടെയൊക്കെ മുനയൊടിക്കുവാൻ, അവയെ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിയുന്ന നിലക്ക് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുവചനങ്ങളുടെയും ഒക്കെ കൃത്യമായ നിലക്ക് ആശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് എന്താണ്? ഈ രൂപത്തിലുള്ള ദുരാരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഐഹിക ലോകത്ത് അവരിങ്ങനെയുള്ള ദുരാരോപണങ്ങളുമായി ഒക്കെ മുന്നോട്ട് പോകുന്നതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും പരലോകത്ത്. അതെങ്ങനെയായിരിക്കും? ജഹന്നമിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. കത്തിയാളുന്ന നരകത്തിയിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങനെ? അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം ഉലൈക ശർറും മകാനാ ഉലൈക ശർറും മകാനം വഅദല്ലു സബീലാ. അതായത് അല്ലദീന യുഹ്ശറൂന, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ, ഒരു കൂട്ടർ, അല്ലദീന യാതൊരു കൂട്ടർ, യുഹ്ശറൂന അവർ ഒരുമിച്ച് കൂട്ടപ്പെടും, ഹുശിറ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, യുഹ്ശറൂന അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങനെ? അലാ വുജൂഹിഹിം തങ്ങളുടെ മുഖങ്ങളിലായിക്കൊണ്ട്. വുജൂഹ് വജ്ഹിന്റെ ബഹുവചനമാണ് വുജൂഹ്. അവരുടെ മുഖങ്ങളിലായിക്കൊണ്ടവർ ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങോട്ട്? ഇലാ ജഹന്നമ, കത്തിയാളുന്ന നരകത്തിയിലേക്ക്, കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. ഉലൈക കൂട്ടർ ശർറും മക്കാന, സ്ഥാനത്താൽ വളരെ ചീത്തപ്പെട്ട ആളുകളാണ്. ഉലൈക കൂട്ടർ
ഷർറുൻ വളരെ ദുഷിച്ചവരാണ്, മക്കാന സ്ഥാനത്താൽ, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, സ്ഥാനം എന്നൊക്കെ അർത്ഥം. വ അദല്ലു സബീല മാർഗത്താൽ ഏറ്റവും പഴച്ചവരുമായിരിക്കും അവർ എന്ന് അല്ലാഹു അവരെ കുറിച്ച് പറയാണ്. സഹോദരങ്ങളെ, നരകാഗ്നിയിലേക്ക് ഇത്തരത്തിലുള്ള തെമ്മാടികൾ, ഇത്തരത്തിലുള്ള ദുരാരോപകന്മാർ, ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന വീരന്മാർ, ഈ രൂപത്തിലുള്ള ദുശ്ചെയ്തികൾ ചെയ്തു നടക്കുന്ന നിഷേധികൾ പരലോകത്ത് നരകത്തിയിലേക്ക് അവരെ നടത്തിയിട്ടല്ല കൊണ്ടുപോവുക, മുഖം വലിച്ചഴച്ചുകൊണ്ടാണ് കൊണ്ടുപോവുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, തങ്ങളുടെ മുഖങ്ങളിലായി തല കിഴുക്കാൻ തൂക്കായി, തല കീഴായി കൊണ്ട് നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണവർ. നമ്മൾ മനസ്സിലാക്കണം, മഹ്ശറിൽ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് 2-3 വിധത്തിലായിരിക്കും എന്നാണ്. ഒരു കൂട്ടർ നടത്തിക്കൊണ്ടുവരപ്പെടുന്ന ആളുകൾ, നടന്നുകൊണ്ടു പോകുന്ന ആളുകൾ. വേറൊരു കൂട്ടം ആളുകൾ കാൽനടക്കാരായി നടക്കുന്ന ആളുകളുണ്ട്. അതിന്റെ പുറമെ വാഹനപ്പുറത്തേറി യാത്രയാകുന്ന ഭാഗ്യവാന്മാരുണ്ട് പരലോകത്ത്. കാൽനടക്കാരായി വരുന്നവരുണ്ട്, അതുപോലെ തന്നെ വാഹനപ്പുറത്തേറി ആനയിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുണ്ട്. അതുപോലെ തന്നെ വസിൻഫൻ അലാ വുജൂഹിഹിം, മുഖങ്ങളിലായി നടത്തപ്പെടുന്നവരുണ്ട്. അഥവാ കാലുകൾ മേലെയാണ്, മുഖം കൊണ്ടാണ് അവർ നടക്കുന്നത്. വല്ലാത്തൊരു പുതുമയല്ലേ അത്? മുഖമാണ് നിലത്തിട്ട് ഒരസിക്കൊണ്ട്, മുഖം വലിച്ചഴക്കപ്പെട്ടുകൊണ്ടാണ് അവർ നടത്തിക്കപ്പെടുന്നത്. ഇത് കേട്ടപ്പോ സഹാബത്തിന് പുതുമയായി. ചോദിച്ചു അവർ നബി തങ്ങളോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ യംശൂന അലാ വുജൂഹിഹിം, അല്ലാഹുവിന്റെ റസൂലേ, കാലുകൊണ്ട് നടക്കുക എന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലായി, വാഹനത്തിൽ പോവുക എന്ന് പറഞ്ഞാലും മനസ്സിലായി. എങ്ങനെയാണ് അവരുടെ മുഖങ്ങളിലൂടെയായിട്ട് അവർ നടക്കുക എന്ന് പറഞ്ഞാൽ, ഖാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം. ചില റിപ്പോർട്ടുകളിൽ ദുന്യാവിൽ, ഈ ഭൂമിയിൽ 2 കാലുകളിന്മേൽ നടത്താൻ കഴിവുള്ളവനായ അല്ലാഹു ഖാദിറുൻ അലാ അൻ യംശിയഹും അലാ വുജൂഹിഹിം, പരലോകത്ത് അവരുടെ മുഖങ്ങളിലായിക്കൊണ്ട് നടത്താനും കഴിവുള്ളവനാണ്. മാത്രമല്ല, അമാ ഇന്നഹും യത്തഖൂന ബിവുജൂഹിഹിം കുല്ല ഹദബിൻ വശൗക, അന്ന് പരലോകത്തവർ അവരുടെ മുഖങ്ങൾ കൊണ്ടായിരിക്കും കല്ലും മുള്ളുമൊക്കെ തടുക്കേണ്ടി വരിക. സുബ്ഹാനല്ലാഹ്, കല്ലും മുള്ളുമൊക്കെ തടുക്കേണ്ടി വരിക അവരുടെ മുഖങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. കാരണം കാലുകളിൽ കൊള്ളുന്ന കല്ലും മുള്ളും പോലെ അവരുടെ മുഖങ്ങളിലായിരിക്കും കല്ലും മുള്ളുകളും അവർ തടുക്കേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്നിരിക്കുകയാണ്. വളരെ അത്ഭുതകരമാണ് സഹോദരങ്ങളെ. അത് സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ മുസ്ലിമിലുമൊക്കെ സമാനമായ ആശയങ്ങളുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ പരലോക കോടതിയിൽ നരകാഗ്നിയിലേക്ക് ഇത്തരത്തിലുള്ള മഹാപാപികൾ വലിച്ചിഴക്കപ്പെട്ടു കൊണ്ടുപോകുന്നത് തല കീഴായി അവരുടെ മുഖങ്ങളിന്മേൽ നടത്തിക്കൊണ്ടായിരിക്കും. ഈ ലോകത്ത് പരലോകത്തെ അപേക്ഷിച്ചിടത്തോളം ഈ ലോകത്തിന്റെ സംവിധാനം ഒന്ന് വേറെയാണ്, പരലോകത്തിന്റെ സംവിധാനം വേറെയാണ്. അപ്പൊ ഈ ലോകത്ത് 2 കാലുകളിന്മേലാണ് നടക്കുന്നതെങ്കിൽ പരലോകത്ത് അവരെ മുഖങ്ങളിലാക്കിക്കൊണ്ട് നടത്തുവാൻ അള്ളാഹുവിന് സാധിക്കും. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിസ്സാരമാണ്. ദുന്യാവിലെ സംവിധാനങ്ങൾ വേറെ, പരലോക സംവിധാനങ്ങൾ വേറെ. അതും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും വളരെ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയാണല്ലോ അവർ ഈ ഭൂമിയിൽ ചെയ്തത്. അതിന് തക്കതായ ശിക്ഷ അപമാനകരമായ നിലക്കാണ് മഹ്ശറിൽ അവർ കൊണ്ടുവരപ്പെടുന്നതും നരകത്തിയിലേക്ക് അവർ തള്ളിയിടപ്പെടുന്നതും അവരുടെ മുഖങ്ങളിലൂടെ വലിച്ചഴച്ചുകൊണ്ടായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഉലായിക ശർറും മക്കാന, അത്തരത്തിൽ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ ആളുകൾ സ്ഥാനത്താൽ വളരെ ദുഷിച്ചവരും വഅളല്ലു സബീല, മാർഗത്താൽ വളരെ വഴിപിഴച്ചവരുമാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ, പ്രവാചകനെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്വർഗലബ്ധിക്കുള്ള ഏക മാർഗം.
അതിനെ നിരാകരിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും അതിനെതിരെയുള്ള പ്രചരണങ്ങളിൽ അണിചേരുകയും ചെയ്യുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെയും പരലോകത്ത് അതിനീചവും നികൃഷ്ടവുമായ അപമാനകരമായ അവസ്ഥയിൽ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് ഈ വചനങ്ങൾ നമുക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആകയാൽ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനെതിരെ വരുന്ന ആക്ഷേപശരങ്ങളെയെല്ലാം പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുക എന്ന കടമ നമുക്കെല്ലാവർക്കും പുണ്യകരമാണ്, നമുക്കെല്ലാവരുടെയും അതൊരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗ്രന്ഥവുമായി നമ്മൾ കൂടുതൽ അടുക്കുക, പഠനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക, ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും നേടിയെടുക്കുവാൻ വേണ്ട പാതയിലേക്ക് നമ്മൾ ഒന്നായി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കെല്ലാം റബ്ബ് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധമായ ഗ്രന്ഥത്തെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള എല്ലാ തൗഫീഖും നമുക്കവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ മുന്നേറുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലായിടങ്ങളിലും അള്ളാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.